ഈ ഫിഗർ കാണിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ഫിഗറാണ്. ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്തൊരു ഫിഗറാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ഫിഗർ ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ലേ. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന നേരത്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതില് എമിറ്റർ എന്ന് പറയുന്നത് നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് നമ്മൾ വലത്തെ സൈഡിലാണ്, കളക്ടർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പൊ എമിറ്ററിനും ബേസിനും ഇടയ്ക്കുള്ള സപ്ലൈനെ നമ്മൾ VEE എന്ന് പറഞ്ഞു. കളക്ടറിനും ബേസിനും ഇടയ്ക്കുള്ള സപ്ലൈ ആണെങ്കിൽ നമ്മൾ അതിനെ VCC എന്നും നമ്മൾ പറയുന്നു. VEE എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ തിരിച്ച് VCC എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നോർമലി ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യും, ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു നമ്മൾ പറയാം. പക്ഷെ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇനിയും വേറെ ചില കമ്പോണൻസ് ഒക്കെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന് വേണ്ടിയാണ് ഈ പിക്ചർ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തതുകൊണ്ട് എമിറ്ററിൽ എപ്പോഴും നെഗറ്റീവ് ചാർജാണ് വന്ന് നിൽക്കുന്നത്. എമിറ്റർ സൈഡിൽ കൂടുതലുള്ളത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് അവിടെ. അപ്പോൾ ഈ ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലെ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇലക്ട്രോണുകളായിരിക്കും. കാരണം ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഹോളുകളുടെ എണ്ണത്തിനെക്കാട്ടും എപ്പോഴും കൂടുതൽ. കാരണം എന്താണ്? രണ്ട് N ടൈപ്പ് ഉണ്ട്, ഒരു P ടൈപ്പ് ഉണ്ട്. P ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗം, അതും ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഹോളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ബാക്കി രണ്ട് ഭാഗത്തും ആരുണ്ട്? കളക്ടർ സൈഡിൽ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും, എമിറ്റർ സൈഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ടോട്ടാലിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ, ഒരു ടോട്ടൽ കേസിൽ എടുക്കുകയാണെങ്കിൽ എപ്പോഴും എമിറ്ററും NPN ട്രാൻസിസ്റ്ററിന്റെ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയർ. മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ വെക്കണം. ഓക്കെ, ഇനി എമിറ്ററിനെ നമ്മൾ ഫോർവേഡ് ബയാസുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ എമിറ്റർ. ഇലക്ട്രോൺസിന്റെ ചാർജ് ഇവിടെ നെഗറ്റീവാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ നെഗറ്റീവായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺസ് റിപ്പൽഷൻ സംഭവിച്ച് എമിറ്ററിലുള്ള ഭൂരിഭാഗം ഇലക്ട്രോൺസ് എവിടേക്ക് വരും? ബേസിലോട്ട് കടക്കും. ബേസിലോട്ട് എത്തുന്നതിൽ വരുന്ന ഒരു 90% ഇലക്ട്രോൺസും എന്ത് തന്നെ സംഭവിക്കും? കളക്ടറിലോട്ട് കടക്കും. കളക്ടറിലോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കളക്ടർ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇലക്ട്രോണിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചാർജാണ് അവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കളക്ടറിലെ പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസിനെ മുഴുവൻ പിടിച്ചു വലിക്കും. അങ്ങനെ അവർ പുറത്തേക്ക് വരും. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് എമിറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കളക്ടറിലൂടെ ഒഴുകി VCCയിൽ വന്നു ചേരുന്ന രീതിയിലേക്കായിരിക്കും. ഇനി ഇതിന്റെ ഇടയിൽ ബേസിൽ വെച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിറ്ററിൽ നിന്ന് വരുന്ന കുറച്ച് ഇലക്ട്രോൺസിൽ കുറച്ചു പേരെങ്കിലും ബേസിൽ എന്താവും? ബേസിന്റെ ഉള്ളിൽ കൂടെ, ബേസിന്റെ ഉള്ളിലുള്ള എമിറ്റർ ഹോൾസുമായി റീകോമ്പിനേഷൻ നടക്കുകയും ഒരു ബേസ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും സാധാരണ രീതിയിൽ. ഇനി എമിറ്ററിൽ നിന്നുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്ക് മൂലം അവിടെ എമിറ്റർ കറണ്ട് ഉണ്ടാവും. കളക്ടറിൽ നിന്ന് പുറത്തേക്കുള്ള ഇലക്ട്രോണുകളുടെ ഒഴുക്ക് മൂലം അവിടെ ഒരു കളക്ടർ കറണ്ട് ICയും ഉണ്ടാവും, രൂപീകരിക്കും. ഓക്കെ, ഇനി ഈ ഇലക്ട്രോണിന്റെ ഒഴുക്കിന്റെ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ പറയുന്നത്. അതായത് IC കളക്ടർ കറണ്ട് ആണെങ്കിലും, IB ബേസ് കറണ്ട് ആണെങ്കിലും, IE എമിറ്റർ കറണ്ട് ആണെങ്കിലും, മൂന്ന് കറണ്ടിന്റെയും ഡയറക്ഷൻ, 3 ടെർമിനൽ ഉള്ളതുകൊണ്ട് 3 കറണ്ട് ഉണ്ടാവുന്നു. ഈ 3 കറണ്ടിന്റെയും ഡയറക്ഷൻ പറയേണ്ടത് എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഏരോ മാർക്ക് എവിടേക്ക് കാണിച്ചിട്ടുള്ളത്? എമിറ്ററിലോട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഏരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എമിറ്ററിലോട്ടേക്കുള്ള കറണ്ടിന്റെ ഒഴുക്കാണ് കാണിക്കുന്നത്. ഓക്കെ, അതും കൺവെൻഷണൽ കറണ്ട്. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് ഒരു നെഗറ്റീവിലോട്ട് ഒഴുകുന്ന കറണ്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് ഏതാണ്? VCCയിലെ പോസിറ്റീവാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്, VEയുടെ നെഗറ്റീവ് ആണ് ഇവിടെ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ടുകൾ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ VCCയിലെ ഒരു നെഗറ്റീവും VEയുടെ പോസിറ്റീവും തമ്മിൽ നമ്മളിവിടെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് വരും.
രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ബേസിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ എപ്പോഴും വിഇയിൽ വരുന്ന ആ ഒരു പോസിറ്റീവ് വോൾട്ടേജിന്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതലായിട്ടും എവിടെ ഉണ്ടാവുക, ബേസിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, ബേസ് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. VCCയിലെ നെഗറ്റീവിന്റെ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ വേറെ അഡീഷണൽ കമ്പോണൻസ് ഒക്കെ വെച്ച് നമ്മൾ ഒന്നും കൂടി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ നേരത്താണ് നമുക്ക് അതിൻ്റെ എന്തുകൊണ്ടാണ് അവിടെ VCCയുടെ എഫക്റ്റ് കുറഞ്ഞത്, വിഇയുടെ എഫക്റ്റ് എന്തുകൊണ്ടാണ് കൂടുതൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ആണ് നമ്മളിവിടെ ഈ സ്ലൈഡിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ സിമ്പിൾസ് ഒക്കെ തന്നെ അതിന്റെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് എമിറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബേസിൽ വന്ന്, ബേസിൽ കുറച്ച് പേര് റീകോമ്പിനേഷൻ നടന്ന് പുറത്തേക്ക് വന്ന്, കുറച്ച് പേര് പുറത്തേക്കും വന്ന് ബേസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ബാക്കി 90% ഇലക്ട്രോൺസും കളക്ടറിലെത്തി, കളക്ടറിൽ നിന്ന് പുറത്തു വന്ന് VCCയിലോട്ട് വന്ന് കളക്ടർ കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ എമിറ്ററിൽ നിന്ന് ബേസിലോട്ടും പിന്നെ എമിറ്ററിൽ നിന്ന് കളക്ടറിലോട്ടുമായി നിൽക്കുന്നിരിക്കെ കറണ്ട് ഫ്ലോന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതായത് കളക്ടർ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ട്രാൻസിസ്റ്ററിനുള്ളിലോട്ടും, ഓക്കെ, ബേസ് കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ട്രാൻസിസ്റ്ററിന് പുറത്തോട്ടും, എമിറ്റർ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുമ്പോഴും ട്രാൻസിസ്റ്ററിന് പുറത്തോട്ടും ആയിരിക്കും. ഈ കറണ്ടിന്റെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺവെൻഷണൽ കറണ്ട് ഡയറക്ഷൻസ് ആണ് കാണിക്കുന്നത്. കൺവെൻഷണൽ കറണ്ട് എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്ന കറണ്ട്. അതാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഫ്ലോന്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ എടുക്കുകയാണെങ്കിലും അവിടെ നമ്മൾ എന്ത് നോക്കുക, എമിറ്ററിലാണ് ഏരോ മാർക്ക് കാണിക്കുക എന്ന് പറയുന്നത്. ഈ ഏരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്തതും ആ കൺവെൻഷണൽ കറണ്ട് തന്നെയാണ്. അപ്പോ അതാണ് ഇവിടുത്തെ ഈ സ്ലൈഡിലെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇട്ടിട്ടുള്ളത്.